ഇന്ന് രാവിലെ ജിമ്മിന് പോയി വന്നതിന് ശേഷം ഞങ്ങളുടെ തൊട്ടപ്പുറത്തെ വീട്ടിൽ മനോഹരൻ്റെ വീട്ടിൽ നിന്നും മാങ്ങ പറിച്ചു. ഇത് ഞങ്ങളുടെ വീടാണ്. അണ്ണൻ്റെ വീട്ടിൽ നല്ല അടിപൊളി നാട്ടുമാങ്ങയാണ്. അതായത് ചെറിയ മാങ്ങ, നല്ല ചൊനയുള്ള നല്ല മണമുള്ള കിടിലൻ നാട്ടുമാങ്ങ. ആ നാട്ടുമാങ്ങ പറിച്ചതിന് ശേഷം അത് നല്ല വൃത്തിയായി കഴുകി സെറ്റാക്കി ഉപ്പിലിടാൻ ഏറ്റവും ബെറ്റർ മാങ്ങയാണ്. പക്ഷേ കുറേ മാങ്ങയൊക്കെ തറയിൽ വീണ് ചതഞ്ഞു പോയി. ചതഞ്ഞ മാങ്ങ അല്ലാതെ ഉപ്പിലിട്ടു. മറ്റേ മുഴുവനുള്ള മാങ്ങ കുറച്ച് ചതഞ്ഞൊക്കെയാണ്. അത് കടമാങ്ങയായിട്ട് ഇടാനുള്ള പരിപാടിയാണ്. മാങ്ങ പറിച്ചതിന് ശേഷം ഇവിടെ ഉള്ള ചക്ക ഉണ്ടായിരുന്നു. ചക്ക എടുത്ത് നമ്മുടെ അപ്പുറത്ത് വീട്ടിലും എല്ലാവർക്കും കൊടുത്തതിന് ശേഷം ചക്ക കുഞ്ഞമ്മയാണ് വൃത്തിയാക്കി തന്നത്. കാരണം എനിക്കൊന്നും ടൈമില്ല, ഇന്ന് കുറേ പരിപാടിയുണ്ട്. കുഞ്ഞമ്മ അവിടെ ചക്ക വേവിച്ചു. ഞാൻ ചക്ക എരിശ്ശേരിയാണ് വീട്ടിൽ ഉണ്ടാക്കിയത്. വീട്ടിൽ നിന്ന് അച്ഛന് ചക്ക എരിശ്ശേരിയും അതുപോലെ തന്നെ അപ്പുറത്തു നിന്ന് കൊണ്ടുവന്ന ചക്ക വേവിച്ചതും മാങ്ങ അച്ചാറും കൂട്ടിയാണ് കഴിക്കുന്നത്. ഇന്ന് ഞങ്ങൾ മീനൊന്നും മേടിച്ചില്ല. ചക്ക എരിശ്ശേരി ഉണ്ടാക്കാനായിട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് മഞ്ഞൾപ്പൊടിയും മുളകല്ല, ചെറും പച്ചമുളകും കരിവേപ്പിലയും ഉപ്പ് ഇട്ടതിന് ശേഷം ഒരു ഉരുളിയിൽ വെച്ച് അത് നല്ലപോലെ വേവിക്കുക. നല്ല ടേസ്റ്റാണ് ചക്ക എരിശ്ശേരി. ഈ സീസണിൽ കിട്ടിയ ചക്കയിൽ ആദ്യത്തെ എരിശ്ശേരിയാണ് ഞങ്ങൾ ഉണ്ടാക്കുന്നത്. അതുപോലെ ചോറും റെഡിയായി, നല്ല ചൂട് ചോറ്. അപ്പോൾ നല്ല കുറച്ച് മോരുവെള്ളം എടുത്ത് അച്ഛന് കൊടുക്കാമെന്ന് വെച്ചു. ചൂടൊക്കെ അല്ലേ, അച്ഛൻ മോരുവെള്ളം മേടിച്ചു. പക്ഷേ മൊത്തം കുടിച്ചില്ല. അച്ഛൻ ചെറുതായിട്ടൊന്ന് കുടിച്ചതിന് ശേഷം ബാക്കി മോരുവെള്ളം അച്ഛൻ അവിടെ വെച്ചു. ഞാൻ ആ മോരുവെള്ളം കുടിക്കാമെന്ന് വെച്ചത്. ഈ മാങ്ങ മെനഞ്ഞാന്ന് ഞാൻ ഒരു 4-5 മാങ്ങ എടുത്ത് ചെറുതായിട്ട് കഞ്ഞി കുടിക്കാൻ വേണ്ടി ഉപ്പിലിട്ട കുറച്ച് മാങ്ങയുള്ളായിരുന്നു. ആ മാങ്ങയെ അതിൻ്റെ ചാറും കൂടി ഇങ്ങനെ എടുത്ത് ആ മോരിനകത്തോട്ട് ഇങ്ങനെ ഒഴിക്കണം. അന്യ ടേസ്റ്റാണ് കേട്ടോ. ഈ മാങ്ങയ്ക്ക് പ്രത്യേക മണമാണ്. ഈ മോരിനകത്തോട്ട് ഈ മാങ്ങയുടെ ചാറും കൂടി ഇട്ട്, ഈ മോരും മനോഹരൻ്റെ വീട്ടിൽ നിന്ന് എനിക്ക് തന്നെയാണ്. നല്ല കട്ടി തൈരായിരുന്നു. അതിങ്ങനെ കലക്കി നല്ല മിക്സ് ചെയ്തതിന് ശേഷം ആ മാങ്ങയുടെ കഷ്ണം കൂടെ അതിട്ടു. ഈ കുടിച്ചിട്ട് ആ കഷ്ണം ഇങ്ങനെ കോരി തിന്നാൻ നല്ല രുചിയാണ്. അപ്പോൾ അതൊക്കെ കുടിച്ചു. അന്യ പുളിയും അന്യ ടേസ്റ്റുമാണ് കേട്ടോ. ഈ ചൂട് സമയത്ത് മുഖത്തെല്ലാം പറ്റി അത് തുടച്ച് കളഞ്ഞു. അന്യ ടേസ്റ്റുള്ള മോരുവെള്ളമാണ്, നല്ല ടേസ്റ്റാണ്. അച്ഛൻ കുടിച്ചതിൻ്റെ ബാക്കിയാണ്, അച്ഛൻ കുറച്ചേ കുടിച്ചുള്ളൂ. അപ്പോഴത്തേക്ക് നമ്മുടെ ചക്കയൊക്കെ ഏകദേശം റെഡിയായി. വേവാൻ വെച്ചിട്ടാണ് ഞാൻ ഈ മോരുവെള്ളമൊക്കെ എടുത്തത്. ചക്ക വെന്തു. ഇനി നമുക്കിതിലേക്ക് കുറച്ച് തേങ്ങ വറുത്ത് ഇടണം. അതുപോലെ തന്നെ ആദ്യമേ തേങ്ങ വറുത്തല്ല, മറ്റേ അരപ്പ്, തേങ്ങയും വെളുത്തുള്ളിയും ജീരകമൊക്കെ ഇട്ടു. അതിനുശേഷം നമ്മൾ തേങ്ങ വറുത്തത് അതിൻ്റെ മുകളിലിട്ടു. ഇനിയൊന്ന് കടുകും പച്ചമുളകും കറിവേപ്പില ഇട്ടൊന്ന് താളിച്ച് നമ്മുടെ ചക്ക എരിശ്ശേരിയിലേക്ക് ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ രുചികരമായ ചക്ക എരിശ്ശേരി റെഡിയായി. സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ, അന്യ രുചിയാണ്. അച്ഛന് ചോറ്, ചക്ക എരിശ്ശേരി, പിന്നെ മാങ്ങ ചാറ് വെച്ചിട്ട് പപ്പടം, പിന്നെ ചക്ക വേവിച്ചത് കുഞ്ഞമ്മയുടെ ഇവിടെ കൊണ്ടുവന്നു. ഇന്ന് മൊത്തം വെജിറ്റേറിയനാണ് ഞങ്ങൾ കഴിക്കുന്നത്. ഈ ഷർട്ടിന് മാറ്റത്തില്ല, നാളെ എങ്ങനെയെങ്കിലും മാറ്റിക്കണം. ലഘുഭക്ഷണം ഇത് നമ്മുടെ വീട്ടിലെ എടുത്തു കഴിക്കും. അച്ഛാ, നമ്മുടെ വീട്ടിലെ ഇന്ന് ചക്ക വെട്ടിപ്പറിച്ച് കറി ഉണ്ടാക്കി. അതാണ് ഇന്ന് ചക്ക എരിശ്ശേരി. ഇന്ന് കഴിക്കും. അടുത്തിരിക്കച്ച. ചക്ക എരിശ്ശേരിയാണ്. അച്ഛന് ചക്ക ഇഷ്ടമാണെന്ന് തോന്നുന്നു. ചക്ക കഴിക്കുക. രാവിലെ അച്ഛൻ ദോശ വെച്ചു. എൻ്റെ വീഡിയോ ഒന്നും ഞാൻ എടുത്തില്ല, കാരണം രാവിലെ ജിമ്മിനും പോയിട്ട് വന്നിട്ട് നേരെ ഈ മാങ്ങ മുറിപ്പും ചക്കയെടുപ്പും ഇതെല്ലാം വൃത്തിയാക്കലും മാങ്ങ ഉപ്പിലിടിയിലും ഒക്കെ ആയിരുന്നു. ആ മാങ്ങ കഴിച്ചു വെച്ചാൽ നല്ല കേട്ടോ. നല്ല ചൂടാണ് പുറത്ത് കേട്ടോ. വരവയ്ക്കൂ. ശബ്ദം കേട്ട മാതിരി അതിനകത്ത് ഞാനും കഴിക്കാൻ പോവാണ്. ചോറ്, ചക്ക എരിശ്ശേരി, പിന്നെ മാങ്ങ.
വേറെ ഒന്നുമില്ല. ഈ മാങ്ങ അച്ചാർ ഇട്ട് കഴിഞ്ഞാൽ ചക്ക വേവിച്ചുള്ളൂ. കുഞ്ഞമ്മയുടെ അവിടെ നിന്ന് കൊണ്ടുവന്ന് അച്ഛന് ചോറൊക്കെ കൊടുത്തു. അച്ഛൻ ചോറ് കുറച്ച് കഴിച്ചുള്ളൂ. പിന്നെ ഞങ്ങൾ ഈ മാങ്ങ ഉപ്പിലിടാൻ പോവുകയാണ്. ഈ മാങ്ങ എന്ന് പറഞ്ഞാൽ ഈ പറിച്ചപ്പോൾ തറയിൽ വീണ മാങ്ങയാണ്. കുറച്ച് പൊട്ടിയിട്ടുണ്ട്, കുറച്ചൊക്കെ ചീത്തയായിട്ടുണ്ട്. കാരണം ഇത് നമ്മൾ ഒരുപാട് നാൾ ഉപയോഗിക്കാൻ പറ്റത്തില്ല. ഇത് ഉപ്പിലിട്ട് വേണമെങ്കിൽ ഒരാഴ്ച 2 ആഴ്ചക്കുള്ളിൽ നമ്മൾ കഴിക്കണം, അല്ലെങ്കിൽ ചീത്തയായി പോകും. ആദ്യം നമ്മളിതിലേക്ക് നല്ല കല്ലുപ്പാണ് ഇടുന്നത്. കല്ലുപ്പിട്ട് ഇത് മിക്സ് ചെയ്തതിന് ശേഷം മുളക് പൊടി, കടുകിൻ്റെ പൊടി, ഉലുവാപ്പൊടി ഇതെല്ലാം ചേർത്ത് മിക്സ് ചെയ്യണം. ഞാനിതിനകത്ത് കടുകിൻ്റെ എണ്ണയും കൂടെ ഉപയോഗിക്കും. കടുകെണ്ണ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, നല്ല ടേസ്റ്റാണ്. ഇതിന് ശേഷം ഒരു ഫംഗ്ഷനുണ്ട് സ്കൂളിൽ, കുറ്റിക്കോല LP സ്കൂളിൽ. സ്കൂൾ വാർഷികമാണ്. ഇനി അതിന് വേണ്ടി എനിക്ക് പോകണം. ബഹുമാനായ ഞങ്ങളുടെ പ്രിയപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രി ഗണേശേട്ടനാണ് ഈ സ്കൂളിൻ്റെ വാർഷികത്തിന് ഉദ്ഘാടനം. ഈ ഒരു പ്രോഗ്രാം കഴിഞ്ഞതിന് ശേഷം മാങ്ങ ഉപ്പിലിട്ടതിന് ശേഷം ഒന്ന് ഫ്രഷായിട്ട് നേരെ സ്കൂളിലേക്ക് പോകണം. 4:30-ക്കാണ് ചടങ്ങുകളൊക്കെ ആരംഭിക്കുക. ഈ മാങ്ങയ്ക്ക് നല്ല ടേസ്റ്റാണ് കേട്ടോ. പ്രത്യേകിച്ച് ഇത് ചെറിയ മാങ്ങയാണ്, നാട്ടുമാങ്ങ. ഇതാണ് സത്യം പറഞ്ഞാൽ ഒറിജിനൽ നാട്ടുമാങ്ങ. നല്ല മണമാണ്, നല്ല രുചിയാണ്. കഞ്ഞിക്കും ചോറിനും പഴങ്കഞ്ഞിക്കൊക്കെ ഇത് ബെസ്റ്റാണ്. എൻ്റെ കടുകെണ്ണ ഇതിലേക്ക് ഒഴിക്കുകയാണ്. ഈ എണ്ണയും കൂടെ ഒഴിച്ച് കഴിയുമ്പോൾ നല്ല ടേസ്റ്റാണ്, അത്ര ചീത്തയാവത്തുമില്ല. ഇത് നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്യുമ്പോൾ തന്നെ നല്ല മണം വരുന്നുണ്ട് കേട്ടോ. അസാധ്യ മണമാണ്, അതുപോലെ തന്നെ അന്യായ രുചിയുമാണ്. മാങ്ങ ഉപ്പിലിട്ടുകൊണ്ടിരുന്നപ്പം ഞങ്ങളുടെ അപ്പുറത്തെ വീട്ടിൽ കുഞ്ഞമ്മയുടെ മകൻ്റെ മോള്, അതായത് എൻ്റെ അനിയൻ്റെ മോള്, അവൾ വന്നിങ്ങനെ മാങ്ങ ഉപ്പിലിടുന്ന നോക്കിക്കൊണ്ട് നിൽക്കുകയായിരുന്നു. അവൾ മാറി നിൽക്കുകയാണ്. അവളെ ഞാൻ വിളിച്ചിട്ട് അവൾ വന്നില്ല. അവൾ സൈഡിലോട്ട് മാറി നിൽക്കുകയാണ്. കുഞ്ഞുമ്മയുടെ കൂടെ വന്നതാണ്. ഈ മാങ്ങയെല്ലാം ഈ ജാറിലേക്ക് ഇടുകയാണ്. ഇതൊരു കുറച്ച് നാൾ കേടാവാതൊക്കെ ഇരിക്കും, അത്യാവശ്യം ഉപയോഗിക്കും. പിന്നെ അവളെ ഞാൻ നോക്കിയപ്പോൾ അവൾ മാങ്ങ വേണമെന്ന് ചോദിച്ചു. അപ്പോൾ അവൾക്ക് വേണ്ട, നാണം. ഞാൻ പറഞ്ഞു ഒന്ന് കഴിച്ചു വെക്കാൻ പറഞ്ഞു. അവൾ മേടിച്ചു. അവൾക്ക് ഭയങ്കര നാണമാണ്. അവൾ മേടിച്ചിട്ട് ചിരിച്ചുകൊണ്ട് ക്യാമറ കണ്ടുകൊണ്ട് അങ്ങോട്ട് മാറി. ഈ മാങ്ങ ഉപ്പിലിട്ടതിന് ശേഷം നമ്മൾ ഈ പൊട്ടാത്ത കുറേ മാങ്ങ ഉണ്ട്. അതായത് നമ്മൾ പറിച്ചപ്പോൾ തറയിൽ വീഴാതെ കുറച്ച് മാങ്ങ പറിച്ചു. ആ മാങ്ങ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിന് തിളപ്പിച്ച് ആറ്റിയ ഉപ്പ് വെള്ളത്തിലാണ് ഈ മാങ്ങ ഇടേണ്ടത്. അതൊരു പ്ലാസ്റ്റിക് ജാർ എടുത്തു. മറ്റേ ഭരണിയുണ്ട്, ഭരണിക്കകത്തിട്ടില്ല, ജാറിലേക്ക് ഇട്ടു. ഞെട്ടൊടിച്ചപ്പോൾ തന്നെ കറ വീഴുന്നുണ്ട്. ഈ കറയോടുകൂടി നമ്മൾ ഇടുമ്പോൾ നല്ല ടേസ്റ്റായിരിക്കും. ഈ മാങ്ങയെല്ലാം ഇതിലേക്ക് ഇട്ടതിന് ശേഷം നമ്മൾ ഈ ആറിയ വെള്ളം, ഉപ്പ് വെള്ളം ഇതിലിട്ട് അടച്ചു വയ്ക്കുക. എന്നിട്ട് ഒരു 4 ദിവസം കഴിയുമ്പോൾ എടുത്തിട്ട് പിന്നെ നമുക്ക് കടുമാങ്ങയായിട്ട് ബാക്കി ചേരുവെള്ളം ചേർത്ത് ഉപയോഗിക്കും. അപ്പോഴത്തേക്ക് 4 മണിയോടെ ആയി. അച്ഛനെ ചായ കൊടുത്തതിന് ശേഷം അച്ഛന് ശകലം ഈ ചക്ക എരിശ്ശേരി ഇരുന്നത് കുറച്ച് തൈരും ഈ നേരത്തെ ഇരുന്ന മാങ്ങയുടെ അച്ചാറും കൂടെ ഇട്ട് കൊടുത്തു. അത് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. എന്തായാലും അച്ഛൻ അത് കഴിച്ചു. അപ്പോൾ ഉച്ചക്കാലത്തെ ചോറ് കഴിച്ച് കുറച്ചല്ലേ കഴിച്ചുള്ളൂ. അതുകൊണ്ട് ഇതുകൊണ്ട് അച്ഛനങ്ങ് അഡ്ജസ്റ്റ് ചെയ്തു. ഇനി നേരെ ഇപ്പോൾ ഒരു 4:15 ആയി. നേരെ സ്കൂളിലോട്ട് പോകണം. സ്കൂളിൽ ഫംഗ്ഷൻ തുടങ്ങാൻ സമയമായി. 4:30-ക്കാണ്. ഇവിടെ സ്കൂളിലെത്തി ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് നമ്മളൊരു വിശിഷ്ട അതിഥി കൂടി എത്തി. അതായത് നമ്മുടെ പ്രിയപ്പെട്ട ഹരി പത്തനപുരം ഹരിയണ്ണൻ എത്തി. ഹരിയണ്ണൻ മിനിസ്റ്റർ ഗണേശേട്ടനെ കാണാൻ വേണ്ടിയാണ് എത്തിയത്. ഗണേശേട്ടൻ ഒരു പ്രോഗ്രാം ഗണേശേട്ടന് പട്ടാഴിയിൽ സ്കൂളിലുണ്ട്. ആ പ്രോഗ്രാം കഴിഞ്ഞതിന് ശേഷമാണ് ചേട്ടൻ ഞങ്ങളുടെ സ്കൂളിലേക്ക് എത്തുക. അപ്പോൾ നമ്മളെല്ലാം ചേട്ടനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഗണേശേട്ടൻ എത്തിയതിന് ശേഷം ഞങ്ങളുടെ സ്കൂൾ വാർഷികത്തിൻ്റെ ഉദ്ഘാടന പരിപാടികൾ ഈ സ്കൂൾ അങ്കണത്തിൽ ആരംഭിക്കും. ഗണേശേട്ടൻ എത്തിയതിന് ശേഷം വെട്ടിക്കവല
LP സ്കൂളിൻ്റെ സ്കൂൾ വാർഷികം അദ്ദേഹം ഉദ്ഘാടനം ചെയ്തു. വളരെ നല്ലൊരു പ്രോഗ്രാമായിരുന്നു. നല്ല ക്രൗഡുണ്ടായിരുന്നു. ആ പ്രോഗ്രാമിന് ശേഷം അദ്ദേഹത്തിന് വളരെ തിരക്കിട്ട ദിവസമാണെന്ന്. ഈ ഒരു ഉദ്ഘാടനത്തിന് ശേഷം അദ്ദേഹത്തിന് അടുത്ത പ്രോഗ്രാം സ്ഥലത്തേക്ക് പോകണമായിരുന്നു. അപ്പോൾ എൻ്റെ കൂടെ എൻ്റെ വീട്ടിൽ നിൽക്കുന്ന ബൈജുവിന് ചേട്ടനുമായിട്ടൊരു ഫോട്ടോ എടുക്കണമെന്ന് പറഞ്ഞു. ഫോട്ടോ എടുത്തു. അതിനുശേഷം ഞങ്ങൾ അദ്ദേഹത്തെ യാത്രയാക്കി. ഞങ്ങളുടെ മണ്ഡലത്തിൽ നിരവധി വികസന പ്രവർത്തനങ്ങളാണ് ഗണേശേട്ടൻ ചെയ്തിരിക്കുന്നത്. നിരവധി KSRTCയുടെ വണ്ടികൾ, അതുപോലെ തന്നെ റോഡുകൾ, ഞങ്ങളുടെ മണ്ഡലത്തിൽ ഒരുപാട് വികസന പ്രവർത്തനങ്ങളാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത്. വളരെ മനോഹരമായൊരു പ്രോഗ്രാമായിരുന്നു. ഏകദേശം 4:30 തന്നെ ഞങ്ങളുടെ പ്രോഗ്രാം സ്കൂളിൽ ആരംഭിച്ചു.